എൻ്റെ പേര് ടിനു ടോമി. ഞാൻ വാഴക്കുളത്തു നിന്നാണ് വന്നത്. 1.5 വർഷമായി ഞാൻ +2 കഴിഞ്ഞിട്ട്. ഞാൻ 3 മാസം +2 കഴിഞ്ഞ് 3 മാസം ഞാൻ IELTS പഠിച്ചു. ആദ്യത്തെ 1 മാസം പഠിച്ചു കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് 6.5 ആയിരുന്നു ഓവറോൾ വേണ്ടിയിരുന്നത്. എനിക്ക് 5.5 ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ 2 മാസം ഒന്നുകൂടെയും പഠിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഓവറോൾ 6 കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഓവറോൾ 6 പോരാ, 6.5 വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏജൻസിക്കാർ എന്നോട് പറഞ്ഞു ഞങ്ങളൊന്ന് നോക്കട്ടെ, യൂണിവേഴ്സിറ്റിയിലൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിക്കാർ പറഞ്ഞു ഇംഗ്ലീഷിന് നല്ല മാർക്കുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മാർക്ക് വെച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഓവറോൾ ഇംഗ്ലീഷിന് തന്നെ എനിക്ക് 65% ഉണ്ടായിരുന്നു. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഇംഗ്ലീഷിൻ്റെ മാർക്ക് വെച്ച് നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷിൻ്റെ മാർക്ക് വെച്ച് 2 യൂണിവേഴ്സിറ്റി ഞാൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ആദ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ആപ്ലിക്കേഷൻ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞ് ക്യാസ് എന്ന് പറഞ്ഞൊരു ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്റർ എനിക്ക് വന്നായിരുന്നു. പക്ഷേ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ക്യാസിൻ്റെ ലെറ്റർ വന്നില്ല. ഏജൻസിക്കാരോട് പറഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഇന്ന് 1 ആഴ്ച പിടിക്കും, 2 ആഴ്ച പിടിക്കും എന്നൊക്കെ അവർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തു. ബട്ട് അതുവരെ എനിക്ക് വന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ ഡെഡ് ലൈൻ പറഞ്ഞായിരുന്നത് ഏപ്രിൽ 2 അങ്ങനെ എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡെഡ് ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിക്കാർ എനിക്ക് മെയിൽ അയച്ചു ഇനി ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ എന്നെ റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞുള്ള മെയിലൊന്ന് എനിക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഏജൻസിക്കാരെ വിളിച്ച് ഇത് പറഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഇനി ഇവിടെ പോകാൻ പറ്റത്തില്ല, അടുത്ത ഇൻടേക്കിലാണ് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത ഇൻടേക്ക് സെപ്റ്റംബറിലായിരുന്നു, ഈ സെപ്റ്റംബറിലാണ്. അപ്പോൾ അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം 1 വർഷം ആവാറായി. 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്താ ഇത്രയും ഗ്യാപ്പ് വന്നതെന്ന് ചോദിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ എന്നോട് പറഞ്ഞു നമുക്ക് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. അത് മെയ് ഇൻടേക്ക് ആയിരുന്നു. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്തു. എനിക്ക് ആപ്ലിക്കേഷൻ 1 ദിവസത്തിനുള്ളിൽ വന്നു. അത് കഴിഞ്ഞ് ക്യാസിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ക്യാസ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ പ്രീ ക്യാസ് ഇൻ്റർവ്യൂ ആയിരുന്നു. അത് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യൊരു തവണ ഞാൻ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇച്ചിരിയും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവരെനിക്ക് മെയിൽ അയച്ചു. ഒരു ചാൻസും കൂടി അവരെനിക്ക് തന്നു. അത് കഴിഞ്ഞും ഞാൻ ഒന്നുകൂടെ ആ ഇൻ്റർവ്യൂ തന്നെ ഒന്നുകൂടെ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരെന്നോട് പറഞ്ഞു പോരാ, ഇനി ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. 3ാമത്തെ തവണയും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോ തവണയും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ കൂടി. 3ാമത്തെ തവണയും ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, എനിക്ക് റിസൾട്ട് വന്നില്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ പോകാനുള്ള ഒരു കൊച്ചിനും ഇങ്ങനെ തന്നെ ആയിരുന്നു. ആ കൊച്ചും ഇൻ്റർവ്യൂ കൂടി കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു റിസൾട്ട് വന്നേ. അപ്പോൾ ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 2-3 ദിവസം കഴിഞ്ഞായിരുന്നെങ്കിൽ പാസ് എന്നുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്, നിനക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഏജൻസിക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നത് പാസ് എന്ന രീതിയിലല്ലായിരുന്നു. എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഇനി ഒരു ചാൻസ് കൂടെ തരാൻ പറ്റത്തില്ല, 3 ചാൻസായി, ഇനി തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുള്ള മെയിലായിരുന്നു. അത് മെയ് ഇൻടേക്ക് ആയിരുന്നു എനിക്ക് ആ യൂണിവേഴ്സിറ്റിയുള്ള ഇൻടേക്ക്. അപ്പോൾ ഏജൻസിക്കാരോട് പറഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു അവിടെ ഇനി പോകാൻ പറ്റത്തില്ല, അവർ നമ്മളെ റിജക്റ്റ് ചെയ്തു എന്നാണ് മെയിലിൽ പറഞ്ഞേക്കണേ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് ഒന്ന് ഉടമ്പടി എടുത്താലോ എന്ന് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു. 2 യൂണിവേഴ്സിറ്റിയും ഇങ്ങനെ റിജക്റ്റ് എന്ന രീതിയിൽ മെയിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നോക്കാമെന്ന് മാത്രമേ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 2ാമത്തെ യൂണിവേഴ്സിറ്റിയിലും കിട്ടിയില്ല എന്ന രീതിയിൽ വന്നപ്പോൾ കുറേ പൈസ ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ തന്നെ ആദ്യം കുറേ നമ്മൾ പൈസ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടായിരുന്നു അവരെനിക്ക് മെയിൽ അയക്കുന്നുണ്ടായിരുന്നുള്ളൂ, ക്യാസിൻ്റെ മെയിൽ. എന്നാലും ഇൻ്റർവ്യൂ ഒക്കെ കൂടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പൈസ അടച്ചു കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൂടി കഴിഞ്ഞ് പാസ്സായില്ലെങ്കിൽ നമ്മൾ ഇനി റീഫണ്ടിന് വേണ്ടി നടക്കണം. ആദ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ റീഫണ്ട് ഞാൻ ചോദിച്ചു.
അവരെനിക്ക് 3 മാസം 1 മാസത്തിനുള്ളിൽ റീഫണ്ട് തരുമെന്ന് പറഞ്ഞപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് റീഫണ്ട് കിട്ടിയേ. റീഫണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് കുറേ പ്രാർത്ഥിച്ചു. ആ പൈസ എനിക്ക് മൊത്തം തിരിച്ച് കിട്ടി. രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ 2 യൂണിവേഴ്സിറ്റിയിലും റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇനി അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 2 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തുല്ലോ, നമുക്കിത് റിജക്റ്റ് ആയില്ലോ, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്താൽ മതി പറഞ്ഞു. പക്ഷെ ഞാൻ ഏജൻസിക്കാരോട് പറഞ്ഞു, സാരിയില്ല, എനിക്ക് ഈ സെപ്റ്റംബറിലെങ്കിലും എനിക്ക് പോകണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കാർഡിഫ് മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അവർ അപ്ലൈ ചെയ്തു. മെയ്യിൽ തന്നെ അപ്ലൈ ചെയ്തു, പകുതിയോട് കൂടി അപ്ലൈ ചെയ്തു. ഞാൻ മെയ് 23-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അമ്മ എന്നോട് പറഞ്ഞു, മാതാവ് തരും എന്ന് പറഞ്ഞിട്ടാണ് അമ്മ എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത്. അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തു. മെയ് 23-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് മെയ് 20-ാം തീയതിയാണ് ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തത്. ഏപ്രിൽ 2 എനിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആപ്ലിക്കേഷൻ വന്നു. അത് കഴിഞ്ഞ് ആദ്യം കണ്ടീഷൻ ലെറ്ററാണ് വന്നത്. അതിനകത്ത് അവർ കണ്ടീഷൻസ് പറയും, IELTS വേണോ, ഇംഗ്ലീഷിന് മാർക്ക് വേണമെന്നൊക്കെ അവർ കണ്ടീഷൻ പറയും, ഇൻ്റർവ്യൂ വേണമെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് കണ്ടീഷൻ ലെറ്റർ വന്നില്ല. ഏപ്രിൽ 17-ാം തീയതി ഡയറക്റ്റായിട്ട് എനിക്ക് അൺകണ്ടീഷൻ ലെറ്റർ വന്നു. അൺകണ്ടീഷൻ ലെറ്റർ അവർ പറഞ്ഞേക്കുന്ന ഇൻ്റർവ്യൂ ഒന്നും വേണ്ട, ടിനു ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ കിട്ടി എന്ന രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാണ് അവരെനിക്ക് മെയിൽ അയച്ചേ. ഏപ്രിൽ 17-ാം തീയതി എനിക്ക് ആ മെയിൽ വന്നു. രാത്രിയിലാണ് എനിക്ക് മെയിൽ വന്നേ. പെസഹായുടെ ദിവസം വീട്ടിൽ കസിൻസൊക്കെ വന്ന് എല്ലാവരോടും ചേർന്ന് പാൽ കുടിക്കാൻ നേരത്തായിരുന്നു എനിക്ക് ആ മെയിൽ വന്നത്. അപ്പോൾ ഞാൻ അമ്മയുടെയും അപ്പയുടെ അടുത്തും പറഞ്ഞു, അമ്മ എനിക്ക് അൺകണ്ടീഷൻ ലെറ്റർ ഡയറക്റ്റായിട്ട് വന്നു, കണ്ടീഷൻ ലെറ്റർ പോലും വരാതെ അൺകണ്ടീഷൻ ലെറ്റർ ഡയറക്റ്റായിട്ട് വന്നെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ദുഃഖവെള്ളിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത തിങ്കളാഴ്ചയാണ് ഞാൻ ഏജൻസിക്കാരുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, സന്തോഷം, ഇത് ഡയറക്റ്റായിട്ട് അൺകണ്ടീഷൻ ലെറ്റർ വന്നു, ഇനി 2 ദിവസം കഴിയുമ്പോൾ ക്യാഷിൻ്റെ ലെറ്റർ വരും. ആ ക്യാഷിൻ്റെ ലെറ്റർ അത് കറങ്ങി 100% ക്യാഷ് ഇഷ്യൂ ചെയ്തെന്നുള്ള മെയിൽ വരും. അത് കഴിഞ്ഞ് നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഓക്കെ പറഞ്ഞു. അപ്പോൾ ക്യാഷിൻ്റെ മെയിൽ വന്നു കഴിഞ്ഞിട്ട് ഫീസ് അടയ്ക്കണമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ റീഫണ്ട് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇച്ചിരി ടൈറ്റായിരുന്നു ക്യാഷിൻ്റെ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, റീഫണ്ട് കിട്ടിയാലേ എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റീഫണ്ട് കിട്ടി. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ഈ പുതിയ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ക്യാഷ് ഒരു 50-55% ആയി കയറിയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 69-70 ആയപ്പോഴേക്കും ക്യാഷിനകത്ത് യൂണിവേഴ്സിറ്റിക്കാർ പറഞ്ഞു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാണ് ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തത്. പക്ഷേ ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയത് കാരണം അവർ പറഞ്ഞു മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ അവർ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആദ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ പോയതുപോലെ തന്നെയുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. ഞാൻ മാതാവിനോട് രാവിലെ പ്രതീക്ഷയുടെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ ഇൻ്റർവ്യൂ എങ്കിലും എനിക്ക് കിട്ടണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഏപ്രിൽ 26-ാം തീയതി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വൈകുന്നേരം ഉച്ചയ്ക്ക് 2:30-ക്കായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തേ. മാതാവിൻ്റെ തൈലം തേച്ച് മാതാവിൻ്റെ കാശുരൂപം പിടിച്ചായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തേ. രാത്രി ഒരു 8:30 ആയപ്പോഴേക്കും എനിക്ക് മെയിൽ വന്നു, ഇൻ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞുള്ള മെയിൽ വന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ഏജൻസിക്കാരോട് പറഞ്ഞു ഇൻ്റർവ്യൂ പാസ്സായെന്നുള്ള മെയിൽ എനിക്ക് വന്നു, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇനി അത് ഇപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി പെർസെൻറ്റേജ് കൂടി ഒരു 85 ഒക്കെ ആയി. അപ്പോൾ അവർ പറഞ്ഞു 90-95 ആകുമ്പോഴേക്കും ക്യാഷ് ഇഷ്യൂ ചെയ്തെന്നുള്ള മെയിൽ വരും, ഡയറക്റ്റായിട്ട് മെയിൽ വരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡയറക്റ്റായിട്ട് 100% ആയി. ഒരു ഉച്ചയായപ്പോഴേക്കും എനിക്ക് ക്യാഷ് ഇഷ്യൂ ചെയ്യുന്നുള്ള മെയിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഏജൻസിക്കാരെ വിളിച്ച് പറഞ്ഞു എനിക്ക് ക്യാഷ് ഇഷ്യൂ എന്നുള്ള മെയിൽ വന്നു, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇനി വിസയ്ക്ക് വെക്കാം, വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ തുടങ്ങാം എന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ജൂൺ 6-ന് ഞാൻ വിസയ്ക്ക് വെച്ചു. ജൂൺ 8 ഉച്ചയായപ്പോഴേക്കും എനിക്ക് വിസ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞ മെയിൽ വന്നു. ഒറ്റ ദിവസത്തിനുള്ളിൽ മെയിൽ വന്നു. എൻ്റെ കൂട്ടത്ത് 15 പേര് വിസയ്ക്ക് വെച്ചായിരുന്നു. അതിനകത്ത് എനിക്കായിരുന്നു ആദ്യം വിസ വന്നത്. ഒറ്റ ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്ക് വിസ സക്സസ്ഫുൾ ആയി എന്നുള്ള മെയിൽ എനിക്ക് തന്നു. ഞാൻ മാതാവിനോട് വളരെ വളരെ നന്ദി പറയുന്നു. ആ ഇൻ്റർവ്യൂ വരെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. മാതാവിൻ്റെ കാശുരൂപവും തൈലവും തേച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ തന്നു. ഞാൻ ഈ സെപ്റ്റംബർ 7 വെളുപ്പിന് 12 മണിയാവുമ്പോൾ ഞാൻ UK പോവും. അപ്പോൾ മാതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും യൂദാസ്ലീഗയുടെ പള്ളി പോവും, കൂത്താട്ടുകുളത്ത്. അവിടെ വഴിയിലിരിക്കുന്ന അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കും ഞാൻ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും ചോറും കറിയും ബ്രെഡും ബണ്ണും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ പള്ളിയിൽ പോവും. അങ്ങനെ എല്ലാ ദിവസവും അവർക്ക് പള്ളിയിൽ പോകുമ്പോൾ പത്രം ഞാൻ കൊടുക്കും എല്ലാവർക്കും. എല്ലാ ദിവസവും പള്ളിയിൽ പോവില്ലായിരുന്നു, ശീലമില്ലായിരുന്നു എനിക്ക്. പക്ഷെ ഞാനിപ്പോൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും, ബൈബിൾ വായിക്കും. എല്ലാ ചൊവ്വാഴ്ചയും ഇവിടുത്തെ ഉടുമ്പടി ധ്യാനം ഞാൻ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും കൂടുകയും ചെയ്യും. എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്യും.